കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ആ പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന ഭരണരീതിയാണ് വി ഡി സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂർ അഞ്ചരണ്ടി ദന്തൽ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജ് എന്ന വിദ്യാർത്ഥിയെ അവിടുത്തെ അധ്യാപകനായിരുന്ന റാം എന്ന് പറയുന്നയാൾ വളരെ ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും അദ്ദേഹത്തിൻ്റെ രൂപത്തെ ചൊല്ലി അതിനെ എടുത്തു കാണിച്ചുകൊണ്ട് മാനസികമായി വളരെയേറെ പീഡിപ്പിച്ചു. ആ കുട്ടി ആത്മഹത്യ ചെയ്തു. റാമിനെതിരെ കേസെടുത്തു. പക്ഷേ റാം പെട്ടെന്ന് ജാമ്യത്തിലിറങ്ങി. ഇത്രയും ഹീനമായൊരു കുറ്റം ചെയ്തിട്ട് പോലും റാം പെട്ടെന്നിറങ്ങി. കാരണം ഈ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് പാലിക്കേണ്ട ചില നിയമങ്ങളൊക്കെ ഉണ്ട്. സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളതും അതല്ലാതെ പ്രൊസീജറലായിട്ടുള്ളതുമായിട്ടുള്ള ആ വ്യവസ്ഥാപിതമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരുന്നത് കൊണ്ടാണ് ഇയാൾക്ക് ജാമ്യം കിട്ടിയത്. അവിടെ ഭയങ്കരമായ വീഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥനുണ്ടായി എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ നടപടിയില്ല. സുഗതൻ എന്ന് പറയുന്ന ഒരു വ്യക്തി തിരുവനന്തപുരം കോർപ്പറേഷനിലെ തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർ, അദ്ദേഹത്തിനെതിരെ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്ത് വിയ്യൂർ സെൻട്രൽ ജയിലിലാക്കി. അറസ്റ്റിന് മുൻപ് സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. അത് ദൈവനാമത്തിലായിരുന്നില്ല, മറ്റൊരു ഈശ്വരൻ്റെ പേരിലായിരുന്നു. സുഗതനോടൊപ്പം മറ്റു പലരും അങ്ങനെ ചെയ്തു. ആ സത്യപ്രതിജ്ഞ ശരിയല്ലെന്ന് ഹൈക്കോടതി പറഞ്ഞ് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ നിർദ്ദേശിച്ചു. അതനുസരിച്ചു സുഗതനോടൊപ്പം സത്യപ്രതിജ്ഞ ചെയ്ത മറ്റുള്ളവരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്തു. പക്ഷേ സുഗതൻ ജയിലിലായതുകൊണ്ട് അത് പറ്റിയില്ല. അതുകൊണ്ട് സുഗതന് താൽക്കാലികമായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് അവസരമൊരുക്കത്തക്ക തരത്തിൽ താൽക്കാലികമായി സുഗതനെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞ് ഹർജി കൊടുത്തു. അതിൻ്റെ ബന്ധപ്പെട്ട അധികാരപ്പെട്ട അഡീഷണൽ ചീഫ് സെക്രട്ടറി ഈ താൽക്കാലിക വിടുതൽ അനുവദിച്ചില്ല. മറിച്ച് പകരം അഡ്വൈസ് ചെയ്തു, നിങ്ങൾ അവധിക്ക് അപേക്ഷ കൊടുക്കൂ, അതിന് അനുവദിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാം എന്നാണ് പറഞ്ഞത്. അങ്ങനെയാകുമ്പോൾ അവധിക്ക് അപേക്ഷ കൊടുത്താൽ ആബ്സെൻ്റായി എന്നുള്ള കാരണത്താൽ സുഗതൻ്റെ ഈ കൗൺസിലർ സ്ഥാനം നഷ്ടപ്പെടില്ല എന്നുള്ളതാണ് അതിൻ്റെ. പക്ഷേ അത് രമേശ് ചെന്നിത്തലയെ ചൊടിപ്പിച്ചു, സതീശനെ ചൊടിപ്പിച്ചു. ഞങ്ങൾ അറിഞ്ഞില്ല, അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. കാരണം എന്താ? അയാൾ BJP കാരനായതുകൊണ്ട്. ഇനി മറ്റൊരു സംഭവം, നമ്മുടെ വീര സവർക്കറെ സംബന്ധിച്ച ഒരു ചോദ്യം ഉണ്ടാക്കാൻ ഏൽപ്പിക്കപ്പെട്ട ഒരു അധ്യാപകൻ ചോദിച്ചു പോയി, ഉൾപ്പെടുത്തിപ്പോയി. വീര സവർക്കർ ഒരു കോൺട്രവേഴ്സി, അദ്ദേഹത്തെക്കുറിച്ച് മോശമായും നല്ല രീതിയിലും അഭിപ്രായങ്ങളുണ്ട്. ഇന്ദിരാഗാന്ധി, ജവഹർലാൽ നെഹ്റു, അംബേദ്കർ തുടങ്ങിയിട്ടുള്ളവരെല്ലാം അദ്ദേഹത്തെ പുകഴ്ത്തിയിട്ടേ ഉള്ളൂ. അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ ബ്രിട്ടനിൽ പോയി സമരം ചെയ്ത് അവിടുത്തെ ജയിലിൽ കിടന്നയാളാണ്. ഇവിടുത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ ഇവിടുത്തെ ജയിലിൽ കിടന്നിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു സന്ദർഭത്തിൽ ഒരു ലെറ്റർ കൊടുത്ത് വിടണമെന്ന് അപേക്ഷിച്ചു, വിട്ടു. അതിന് ഷൂ നക്കി എന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് കുറേ നക്കികൾ ഇവിടെ. നമുക്കറിയാം, ഓരോരുത്തരുടെയും ചരിത്രം അതിലേക്ക് കിടക്കുന്നില്ല. ആ അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത് കളഞ്ഞു. ഒരു ചോദ്യം ചോദിച്ചു, വീര സവർക്കറുടെ പേര്, കേരളം സതീശൻ ഭരിക്കുമ്പോൾ വീര സവർക്കറിൻ്റെ പേര് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഉച്ചരിക്കാൻ പാടില്ല. അതാണ് സതീശൻ നിയമം. അത് ആ ഉദ്യോഗസ്ഥനെ, ആ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു. ഇനി ആലപ്പുഴ പിണറായി വിജയനെതിരെ സമരം ചെയ്ത അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹമൊക്കെ അറിയാമല്ലോ നമുക്ക്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കേസ് എൻ്റെ അന്വേഷണത്തിൽ ഇൻ്റർഫിയർ ചെയ്തു, ഇടപെട്ടു എന്ന് പറഞ്ഞൊരു DGP ആയിരുന്ന അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തു. അപ്പം 3 ഉന്നത ഉദ്യോഗസ്ഥന്മാർ, അധ്യാപകൻ ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെയാണ്, അവരെ സസ്പെൻഡ് ചെയ്തു. കാരണം VD സതീശൻ്റെ പാർട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല, സതീശന് ഇഷ്ടപ്പെട്ടില്ല, ചെന്നിത്തലയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഈ റാമിനെ ഇങ്ങനെ രക്ഷിച്ചതിന്, ആ രക്ഷിച്ച ഉദ്യോഗസ്ഥന് എതിരെ യാതൊരു നടപടിയുമില്ല. ഇതിൽ നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇവിടെ ഈ പാവം കുട്ടി
കോരൻ എന്നുള്ള പ്രയോഗം അറിയാമല്ലോ നമുക്ക്. അതിൻ്റെ അർത്ഥം സാമ്പത്തികമായി വളരെയേറെ പിന്നോക്കം നിൽക്കുന്ന, സാമുദായികമായി വളരെയേറെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുട്ടിയാണിത്. അതുകൊണ്ട് ആ കുട്ടിക്ക് നീതി കൊടുക്കണ്ട, നീതി നിഷേധിക്കാം, ചോദിക്കാനും പറയാനും ആളില്ല. അതാണ് പണ്ടും അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് കോരന് കഞ്ഞി കുമ്പിളിലേ കൊടുത്തോളൂ. വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയിട്ടുള്ള പ്രഗത്ഭമതികൾ ഇവിടെ ഈ കോരന് നീതി എന്ന കഞ്ഞി കുമ്പിളിൽ പോലും കൊടുത്തില്ല. ഇതാണ് സതീശൻ ഭരണത്തിൻ്റെ പ്രത്യേകത.